ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളെ നാട്ടിലെ തലശ്ശേരിയിലെ നെയ്പ്പത്തിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. തലശ്ശേരിയിലെ നെയ്പ്പത്തിലൊരു പ്രത്യേകതരം രുചി തന്നെയാണ് കേട്ടോ. അത് ഞങ്ങൾ അരച്ചെടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തലശ്ശേരി നെയ്പ്പത്തിൽ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കിക്കളയാം. അപ്പോൾ നെയ്പ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് അരി കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ ഞാൻ 2 കപ്പ് അളവിൽ റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. റേഷൻ അരി എന്ന് വെച്ചാൽ പുഴുങ്ങലരി, അതാണ് എടുത്തിട്ടുള്ളത്. റേഷൻ അരിയോട് നെയ്പ്പത്തിൽ ചുട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ കല്ലുമക്കായ്ക്കൊക്കെ റേഷൻ അരി ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, നല്ലൊരു പറ്റുണ്ടാവും ഈ ഒരു അരി അരച്ചെടുത്ത് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, തിളക്കുന്നതിന് മുൻപുള്ള ചൂടുള്ള വെള്ളമില്ല, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളച്ച് കഴിഞ്ഞാൽ അരി ഒരുപാട് അങ്ങ് കുതിർന്നു പോവും. അത് അങ്ങനെ കുതിരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ ഈ ഒരു അരിയപ്പം ഒരല്പം പോലും കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് അരക്കപ്പിലും ഒരു ഇച്ചിരി കൂടുതൽ അളവിൽ പച്ചരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പുഴുങ്ങലരിക്ക് ഒരു അരക്കപ്പിൽ ഇച്ചിരി കൂടുതൽ, 1/4 കപ്പ് അളവിൽ വേണ്ട. എന്നിട്ട് ഇതിലേക്കൊന്ന് പച്ചരി കൂടി ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് അടച്ച് വെച്ച് കുതിർത്തെടുക്കാം. രാത്രിയാണ് ഈ ഒരു അരിയൊക്കെ ഒന്ന് കുതിർത്തെടുത്തിട്ടത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് അരിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 5 തവണയായിട്ടാണ് ഞാനിതിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഞാനിത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണാണ് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇതിൽ ഈ ഒരു ബൗളിൽ അളവിൽ ഞാനിപ്പോൾ കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ കുഞ്ഞുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകം, അതായത് പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം വലിയ ജീരകവും 1 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ജീരകവും അതുപോലെ തന്നെ വലിയ ജീരകവും കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നെയ്പ്പത്തിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി ഞാനിതിലേക്ക് 1 മുറി ചിരവിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരല്പം വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ കൈകൊണ്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഉപ്പും ഈ ഒരു ജീരകമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ ഈ ഒരു അരിയിലേക്ക്. അങ്ങനെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് അരച്ചെടുക്കണം. നെയ്പ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഗ്രൈൻഡറൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലിട്ടിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അരി ഞാനിതാ ഗ്രൈൻഡറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നില്ല, കുറേശ്ശെ ആയിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഒരുമിച്ച് തന്നെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടില്ല. പിന്നെ കുറേ വർഷം പഴക്കമുള്ള ഗ്രൈൻഡർ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇച്ചിരി വിഷമമുണ്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരു കുറച്ച് തരിതരിപ്പോട് കൂടിയാണ് നെയ്പ്പത്തിൻ്റെ അരി അരച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, കാരണം റോട്ടിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ അതേ രീതിയിൽ അരക്കാൻ പാടില്ല. കുറച്ച് തരിതരിപ്പാൽ തന്നെയാണ് നെയ്പ്പത്തിൻ്റെ അരി ഒന്ന് അരച്ചെടുക്കണം. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നിന്ന് പോകുന്നുണ്ട് ഗ്രൈൻഡർ. അങ്ങനെ അരി മുഴുവനായിട്ടും ഞാനിതാ 1-2 തവണയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുമിച്ച് തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് 2-3 തവണയായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത്. എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മുഴുവനായിട്ട് നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് മഷി പോലെ അങ്ങ് അരയാൻ പാടില്ല. ഒരു അല്പം തരിതരിപ്പാട് കൂടി തന്നെയാണ് അരി അരച്ചെടുക്കേണ്ടത്. അങ്ങനെ നെയ്പ്പത്തിന് ആവശ്യമായിട്ടുള്ള അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഉപയോഗിച്ചിട്ടും അരച്ചെടുക്കാൻ പാടില്ല. ലൂസായി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് പരത്തിയെടുത്ത് പൊരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ നെയ്പ്പത്തിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരല്പം എണ്ണ കയ്യിലും തടവി ഞാനിപ്പോൾ വാഴയിലെടുത്ത് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇതുപോലെ തന്നെ ഓരോരോ ബൗൾസ് ആക്കിയിട്ട് എടുക്കാൻ. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം, ഒരുപാട് വലിപ്പം വേണ്ട, എന്നാലും ജസ്റ്റ് എത്രത്തോളം വലിപ്പമാണ് നിങ്ങൾക്ക് ഇഷ്ടം അതേ രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത്ര വലിപ്പത്തിലാണ് ഈ ഒരു നെയ്പ്പത്തിൽ പരത്തിയെടുത്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു അളവിലാണ് നെയ്പ്പത്തിൽ പരത്തി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് അങ്ങ് വലുപ്പത്തിലാകുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റും കിട്ടില്ല.
അങ്ങനെ ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇതാ നെയ്പ്പത്തിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നെയ്പ്പത്തിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായിട്ടില്ലെങ്കിൽ എണ്ണ എന്താ പറയുക, ഈ നെയ്പ്പത്തിൽ എണ്ണ നന്നായിട്ട് കുടിച്ചു പോവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനിതാ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതേ രീതിയിൽ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. നെയ്പ്പത്തിലൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതേപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ എണ്ണ ഒരൽപ്പം പോലും കുടിക്കുകയും ചെയ്യില്ല. നല്ല രീതിയിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വെജിറ്റബിൾ ഇസ്റ്റ് കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കാം. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു നെയ്പ്പത്തിലിന് ഈ ഒരു ചിക്കൻ വെജിറ്റബിൾസ് കറി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.